മക്കളെ വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ഫിസിക്സിൻ്റെ ബോർഡ് എക്സാം, അതായത് നമുക്കിനി വരാൻ പോകുന്ന പബ്ലിക് എക്സാം 2025 ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഓർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, കുറേ ട്രോളുകളിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ന്യൂസ് പേപ്പേഴ്സിലൂടെയും പല മീഡിയംസിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് +2 ഫിസിക്സിൻ്റെ ടഫ്നെസ് ഉണ്ടായിരുന്നു, ഭയങ്കര ടഫായിരുന്നു, ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് +2 കുട്ടികൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഓൾമോസ്റ്റ് കുട്ടികൾ, എല്ലാവരും അല്ല, ഓൾമോസ്റ്റ് കുട്ടികൾ ഭയങ്കരമായിട്ട് നിരാശയിലായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു +2ൻ്റെ ഫിസിക്സ് എക്സാം. അപ്പോഴാണ് കുറേ ആൾക്ക് വീണ്ടും അത് കണ്ട +1 കുട്ടികൾക്കും ആ ഒരു ടെൻഷൻ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ എക്സാം ടഫാവോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ടഫായി എന്നുള്ളതിനെ കുറിച്ച് ലാസ്റ്റ് +2കാരോട് കറസ്പോണ്ടിങ് ആയിട്ടൊരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വീണ്ടും ഞാൻ പറയുകയാണ് മക്കൾ, നിങ്ങൾ PYQs മാത്രം നോക്കി, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, ഞാനിപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറയാൻ പോകുന്നത് ഒരിക്കലും പ്രീവിയസ് ഇയർ വെച്ചിട്ട് അല്ല എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിക്കുക. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ എപ്പോഴും വരുന്ന ആ ടോപ്പിക്സുകൾ മാത്രം പഠിച്ച്, ആ ഡെറിവേഷൻസ് പഠിച്ചിട്ട് ആ കോൺസെപ്റ്റ് മാത്രമേ വരൂ എന്നുള്ള രീതിയിൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ടഫാകുന്നതിന് ഒരു തർക്കവും ഇല്ല, ഒരു സംശയവും വേണ്ട മക്കളെ, നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇപ്രാവശ്യം മുതൽ നിങ്ങൾ ആദ്യം അറിഞ്ഞൊരു കാര്യമാണ്, സർക്കുലർക്ക് ഒഫീഷ്യലി വന്ന കാര്യമാണ്, 20% നല്ല ടഫ്നെസ് ഉണ്ടാകും എന്നുള്ളത് ആദ്യം അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളുടെ ഭാഗത്ത് നടത്തിയിട്ടുണ്ടാവണം. എസ്പെഷ്യലി NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ കുറേ പ്രാവശ്യം പ്രീവിയസ് ഒക്കെ വന്നിട്ടുണ്ടാകും എന്നുള്ള തർക്കമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിൽ കൂളായിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ്, ക്വസ്റ്റ്യൻസ്, കോൺസെപ്ച്വൽ ആവട്ടെ, ന്യൂമറിക്കൽസ് ആവട്ടെ, വൺ വേർഡ് ആവട്ടെ, അതൊക്കെ അതിനപ്പുറം ഒരു വസ്തു +2ലാവട്ടെ വന്നിട്ടില്ല, +1 ആവട്ടെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നുമില്ല. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചെന്ന് ഓർമ്മിക്കുക, ഇമ്പോർട്ടൻ്റ് മാത്രം പഠിച്ചിട്ട് പോവാതിരിക്കുക. അങ്ങനെ പഠിച്ചു പോയവർക്ക് ആ ഒരു മാർക്കേ കിട്ടൂ എന്ന് മൈൻഡ് സെറ്റാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് അത് മാത്രം പഠിച്ച് എല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത്രയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം വരും. കാരണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് മാത്രം പഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് മാത്രം പ്രതീക്ഷിക്കുക. ക്ലിയർ തന്നെ? ഞാൻ എങ്ങനെ വരാം, എവിടുന്ന് വരാം, എന്തൊക്കെ വരാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ്സ് ആണ്. ഞാൻ ജസ്റ്റ് എഴുതി അപ്പോൾ തന്നെ റബ്ബ് ചെയ്യാം കേട്ടോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, എപ്പോഴും വരുന്നൊരു കാര്യം അല്ലേ, എപ്പോഴും നമുക്കിതിപ്പോൾ മോഡൽ എക്സാം ആണെങ്കിൽ അതുപോലെ മോഡൽ എക്സാമിൻ്റെ അതേ പാറ്റേണിലല്ല കേട്ടോ +2കാർക്ക് വന്നത്. അതൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ഒരു സജഷനാണ്, ഹാഫ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തോ കേട്ടോ. ഹാഫ് ഇയർലിയാണ് കുറച്ചും കൂടി ലെവലുള്ള ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിങ്ങൾ എപ്പോഴും അത് പഠിച്ചിരിക്കണം, അതിലൊരു മാറ്റമൊന്നുമില്ല. അതെന്തായാലും വരുന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ആരാണത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതും കൂടി ശ്രദ്ധിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. 2 ആപ്ലിക്കേഷനും ഒരേപോലെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് വേണമെങ്കിൽ അതിൽ കിടക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസും, അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാനും ഡിറൈവ് ചെയ്യാനും പഠിക്കാം. പിന്നെ നമുക്ക് എന്ത് LHSലും RHSലും ഒരാളുടെ RHSൽ ഫിസിക്കൽ നമുക്ക് അറിയില്ല. ഇപ്പോൾ F= അന്നൊക്കെ കണ്ടില്ലേ, ഹാഫ് ഇയർ എക്സാമിനല്ലേ ആ മോഡൽ വന്ന് F=A. മോഡലിൽ അത്ര ടഫ് ഒന്നും വരില്ല, ഹാഫ് ഇയറിലാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായത്. F=AT+BT² ആണ്. F ഫോഴ്സ് ആണെങ്കിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക, T ടൈമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ ഇതിൽ ടഫാക്കി ആണെങ്കിൽ y(x=A sin of kx മൈനസ് നമ്മൾ ഓസിലേഷനിൽ പറയുന്ന അല്ലെങ്കിൽ വേവ്സിൽ പറയുന്ന ആ ഒരു ഭാഗം, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു നോക്കാം. അത് പഠിച്ച് സെറ്റായതിനു ശേഷം നിങ്ങൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ പഠിക്കണം കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ലിമിറ്റേഷൻസ് ഒക്കെ പഠിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ ഫുൾ മാർക്ക് എന്നുള്ള തലത്തിലാവില്ല. അല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു പ്രിൻസിപ്പിൾ എപ്പോഴും അതാണ് ചോദിക്കുക. ഓക്കെ, എപ്പോഴും അതാണ് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കണം എന്നല്ല, അങ്ങനെ ഈച്ച് ആൻഡ് എവരി ടോപ്പിക് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് എപ്പോഴും സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുക, എപ്പോഴും ആപ്ലിക്കേഷനാണ് ചോദിക്കുക, ചെക്ക് ചെയ്യാൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, ദെൻ
രണ്ടാമത് പഠിക്കേണ്ടത് നോ ഡൗട്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നമ്മൾ SI യൂണിറ്റ്സ് എന്ന് പറയുന്ന 7 SI യൂണിറ്റ്സും 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും അതിനൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അത് തിരിച്ചും മറിച്ചൊക്കെ വരും. യൂണിറ്റ് ഉള്ളത്, ഡയമെൻഷൻ ഇല്ലാത്തത്, രണ്ടാൾക്കും യൂണിറ്റും ഡയമെൻഷൻ ഇല്ലാത്ത അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചിട്ട് നേരെ പോയിട്ട് ഇത് പഠിക്കണം, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പഠിക്കണം. ഇതൊക്കെ അതിൽ വേറെ ടഫ്നെസ് ചോദിക്കാനൊന്നുമില്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ നോർമലി 0.0 വരുന്നില്ലേ. ഓക്കെ, നമ്മൾ തേർഡ് റൂളാണ് കൂടുതലായിട്ടും വരാറുള്ള. മോഡലിനും അത് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രം പഠിക്കണം എന്നല്ല, അതിനാണ് ഒന്ന് സ്ട്രെസ് ചെയ്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും അവിടെ നിന്ന് വരാൻ ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെയാണ് എറർ, ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഒന്നും ഇനി വരാനില്ല. പിന്നെ ഇത് പഠിച്ചിട്ട് സാർ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കാൻ വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയും. അതായത് ഒരു ഭയങ്കര ടഫാക്കുകയാണ്, അങ്ങനെ നമ്മളത് ടഫാക്കുകയാണെങ്കിൽ നമ്മൾക്കത് ഈസി ആവണം എന്നുള്ള രീതിയിലൊന്ന് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ഇല്ലേ, അതൊന്ന് നോക്കിയേക്കണം എന്നും കൂടി ഞാൻ പറയും. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്, അതായത് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് ഡൈനാണ്. 1 ന്യൂട്ടൺ എത്ര ഡൈനാണ്? 10⁻⁵ ഡൈൻ. 1 ജൂൾ എത്ര എർഗാണ്? ഒന്ന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. 1 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എർഗ്. എർഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്, എനർജി, ടോർക്കിൻ്റെ ഒക്കെ CGS യൂണിറ്റാണ് എർഗ് കേട്ടോ, ERG. ആ ഒരു സാധനം കൂടിയാണ് അവിടെ ടഫ്നെസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുക. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഏതാണ് ആദ്യം പഠിച്ചിരിക്കേണ്ടത്? അത് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് പറയാം. ഒരു ഡൗട്ടും ഇല്ല, അത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഷുവർലി ചോദിക്കും, ഒരു ഡൗട്ടും ഇല്ല. അത് ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കുമ്പോൾ നോർമലി വരിക എന്താണ്? ഡെറിവേഷനാണ്. അത് എപ്പോഴും നോർമലി വരിക ഡെറിവേഷൻ. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിക്കുന്നത് എന്തിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക? ഗ്രാഫിലൂടെ, വെലോസിറ്റി ടൈം ഗ്രാഫിലൂടെ ആ ഡെറിവേഷൻസ് പഠിക്കുക. പിന്നെ അവിടെ നിന്ന് ടഫാക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ആളാണ് പ്രോബ്ലംസ്. ഞാൻ ഇതിൻ്റെ വേണ്ട പ്രോബ്ലംസ് ഓൾറെഡി അതിൻ്റെ പാരലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുട്ടികൾ കൂടുതൽ ചോദിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരും. അതർവൈസ് ഞാൻ എനിക്കായിട്ട് കുറേ ടൈം ഇല്ലാതെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടൈം കണ്ടെത്തിയിട്ട് ചെയ്യേണ്ട. അപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുന്നില്ലേ, നമുക്ക് മടുപ്പ് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികൾ ചോദിക്കുന്നതുകൊണ്ടാണ് പ്രോബ്ലംസ് അത് ചെയ്യുന്നത്. കാണുന്ന കുട്ടികൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. സ്ട്രൈറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പണ്ട് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പബ്ലിക് എക്സാമിന് വേണ്ടത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാരലി കേട്ടോ. ഓക്കെ, കുറച്ച് കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അത് ഫോളോ, എല്ലാ കുട്ടികളും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ പ്രോബ്ലംസ് ആ ഒരു ഭാഗം അതാണ് ആദ്യം നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഭാഗം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആക്സിലറേഷൻ്റെ ഒരു തിയറി. എല്ലാം ഡെറിവേഷൻ അല്ല. ഓക്കെ, ഇതിൻ്റെ വെയിറ്റേജിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ, അതിൽ ആവറേജ് ആക്സിലറേഷൻ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്താണ്? അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയമെൻഷൻ എന്താണ്? സ്കേലാറാണോ വെക്ടറാണോ? A to Z കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിക്കാണ് ഈ വീഡിയോ കേട്ടോ. ഓക്കെ, പിന്നെ അതിന് ഫുൾ മാർക്ക് വേണ്ട നിങ്ങൾ ആദ്യം പറയുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് പാസും ഡബിൾ പാസും ഒക്കെ കിട്ടും. ആദ്യത്തെ 2 ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി. പിന്നെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണ്? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? ഇനീഷ്യൽ സ്പീഡ്, അങ്ങനെ ക്വസ്റ്റ്യൻ, ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ആക്കിയാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്ര ആകും? 4 ടൈംസ് ആവും എന്നുള്ള കോൺസെപ്റ്റുകൾ. പിന്നെ അവിടെ നിങ്ങൾ അറിഞ്ഞിട്ട് കഴിഞ്ഞില്ല. പിന്നെ അവിടെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റുകളാണ്. ക്യാൻ എ ബോഡി ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? ഓക്കെ, നിങ്ങൾക്ക് അറിയാം ആക്സിലറേഷൻ ഇല്ലാതെ വെലോസിറ്റി ഇല്ലാതെ ആക്സിലറേഷൻ ഉണ്ടാകുമോ? യെസ്, ഹയസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ. പിന്നെ അതിൽ ഡിഫറൻറ്റ് ഗ്രാഫുകളിൽ പഠിക്കണം. അതിൽ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയല്ലേ വരയ്ക്കേണ്ടത്? ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ ഫോൾ ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയല്ലേ? അങ്ങനത്തെ ആ വെലോസിറ്റി ടൈം ഗ്രാഫിനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചേക്ക് മതി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനിൽ മസ്റ്റായിട്ട് പഠിച്ചിരിക്കും. ഇത് പഠിച്ചാൽ നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞ് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിനിൽ നോ ഡൗട്ട് അതാര് തന്നെയാണ്? പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ആ ഭാഗത്ത് കൂടുതൽ സ്ട്രെസ് ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനിൽ സാർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നോർമലി നിങ്ങൾ പഠിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ഡെറിവേഷൻസ് തന്നെയാണ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. പിന്നെ വേറെ എന്താണ് അവിടെ വരിക? ഓക്കെ, അതിൽ തന്നെ നോർമലി ആ 3 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വരാം. പ്രോബ്ലം പഠിക്കും. പിന്നെന്ത് വരും? പിന്നെ പഠിക്കേണ്ടത് നമ്മൾ നോർമലി പറയാം ട്രജക്ടറി എന്താണ്? പാരാബോളയാണെന്ന് നമ്മൾ നോർമലി പറയും. ഈ പാരാബോളയാണെന്നുള്ളതിൻ്റെ പ്രൂഫ് ഇത് കുറേ നാളായിട്ട് ചോദിക്കാത്തതാണ്. പ്രൂഫ് പഠിക്കുക. എന്തുകൊണ്ട് പാരാബോളയായി? y=x + bx² ഇക്വേഷൻ കിട്ടുന്നുണ്ടെന്നുകൊണ്ട് x tan θ - gx²/2u² cos² θ എന്നൊരു വൈനൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൂഫ് കൂടി പഠിച്ചാൽ നിങ്ങളതിൽ സേഫാണ് പ്രൊജക്റ്റൈൽ മോഷൻ. അല്ലാണ്ട് പ്രൊജക്റ്റൈൽ മോഷനിൽ എപ്പോഴും ചോദിക്കുന്ന മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാരണമായിട്ട്
കാര്യമില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങളതിൽ സേഫായി, ഒരു ഡൗട്ടും ഇല്ല. എന്നിട്ട് അടുത്ത ടോപ്പിക്ക് പഠിക്കുക. ഇനി അതിലേതാണ് സാറ് പഠിക്കാൻ ചോദിച്ചാൽ യൂണിഫോം സർക്കുലർ മോഷൻ. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് യൂണിഫോം സർക്കുലർ മോഷൻ എന്താ, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അതിലെന്താണ് കോൺസ്റ്റൻറ്റ്, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. എക്സാമ്പിൾ പഠിക്കുക. അത് പഠിച്ചിട്ട് പോയിട്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ പഠിക്കുക. v²/r ഓർ ω²/r എന്ന് പറയുന്ന ആ ഡെറിവേഷൻ പഠിക്കുക. പിന്നെ അതിൽ തന്നെ സെൻട്രിപൽ ആക്സിലറേഷൻ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഒരു സർക്കുലർ മോഷനിൽ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്താ, ടാൻജൻഷ്യൽ ടു ദ സർക്കുലർ പാത്ത്. അതെല്ലാം പഠിക്കുമ്പോഴാണ് അത് ഫുള്ളാവുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ഡെറിവേഷൻ തന്നെ വരുന്നുണ്ട്. ഞാൻ അതേ പഠിച്ചിന്, ഞാൻ ഫുള്ള് പഠിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഫുള്ള് പഠിച്ച് കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ നല്ല മാർക്കിന് വേണ്ടിയിട്ടാണ് മക്കളെ ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് പഠിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ഒരു പ്രോബ്ലം ഒക്കെ പഠിക്കണേ. FC സെൻട്രിപൽ ഫോഴ്സ് ഇൻഡിക്കേഷൻ v/v², സ്റ്റോൺ ടൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ചാപ്റ്റർ ആദ്യ ഭാഗത്ത് അഡീഷൻ ഓഫ് വെക്ടറിൽ രണ്ടും പഠിക്കണം. അവിടെ രണ്ടും പഠിക്കണം. ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലൽ. ഏറ്റവും കൂടുതൽ ചോദിച്ച പാരലലോഗ്രാമാണ്, ഒരു ഡൗട്ടുമില്ല. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഈ പാരലലോഗ്രാമിൽ തന്നെ രണ്ട് വെക്ടറുകൾ അവരുടെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ഒക്കെ ചോദിക്കും. എന്നുള്ള r = √(a² + b² + 2ab cos θ) അതിൻ്റെ ഡെറിവേഷൻ അവിടുന്ന് പ്രോബ്ലംസും കൂടി നോക്കിയാൽ നല്ല ലെവൽ പേപ്പറാണ്. പ്രോബ്ലം വരാം. ലാസ്റ്റ് കണ്ടില്ലേ വെക്ടറിൻ്റെ പ്രോഡക്റ്റുകൾ, a വെക്ടർ + b വെക്ടർ, a വെക്ടർ - b വെക്ടർ ഈക്വൽ ആകുമോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. ആ ഒരു ഭാഗം നോക്കണം. നിങ്ങൾക്ക് അറിയില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഹെൽപ്പാക്കി തരാം. ഇത്തരം കാര്യങ്ങളാണ് അതിൽ മസ്റ്റായിട്ട് പഠിക്കേണ്ടത്. പിന്നെ അവിടെ പറയുന്നത് യൂണിറ്റ് വെക്ടർ എന്താണ്, 0 വെക്ടർ ഒന്നും കൂടി നോക്കിയേക്കണം കേട്ടോ. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് സാറിന് യൂണിറ്റ് വെക്ടർ IJK മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആ ഒരു കേസ് നോക്കുക. പിന്നെ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ ഹാഫ് ഇയർ ആവട്ടെ മോഡൽ ആവട്ടെ കണ്ടില്ലേ, ലെവൽ റോഡും ബാങ്ക്ഡും മാറി മാറി വരുന്നു. മാറി മാറി മീൻസ് A ക്വസ്റ്റ്യനിൽ ലെവൽ റോഡ് ആണെങ്കിൽ B പാർട്ടിൽ ബാങ്ക്ഡ് റോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ A പാർട്ടിൽ ബാങ്ക്ഡ് ആണെങ്കിൽ B പാർട്ടിൽ ലെവൽ വെച്ചിട്ടുള്ള പ്രോബ്ലം. ഈ ഒരു ട്രെൻഡ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് എനിക്കറിയില്ല, ബട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ. ഹാഫ് ഇയർലിയിലും മോഡലിലും രണ്ടും വന്നിട്ടുണ്ട്. ലെവൽ ചോദിച്ചപ്പോൾ ലെവലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് ഇയർലി ലെവൽ റോഡിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ട് ബാങ്ക്ഡിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. ലെവൽ റോഡിൻ്റെ ഡെറിവേഷൻ വെച്ചിട്ട് ബാങ്കിൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം. ഇനി മോഡലിനാണെങ്കിലും നേരെ തിരിച്ചിട്ട് ബാങ്കിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ട് ലെവൽ റോഡിൽ ആ ഒബ്ജക്റ്റ് സൈക്ലിസ്റ്റോ കാറോ സൈക്ലിസ്റ്റോ ഏതാണ്ട് ഓർമ്മയില്ല, സ്കിഡ് ആകുമെന്ന് ചോദിച്ച കാര്യമില്ല. ഞാൻ ഇന്നലെ അതിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോം വർക്ക് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, ഇതിലുള്ള വേരിയസ് ലെവൽ റോഡിൽ മൂവ് ചെയ്യുമ്പോൾ വേരിയസ് ഫോഴ്സസ് എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡയഗ്രാം വരക്കാൻ അറിയണം, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, അതിൻ്റെ പ്രോബ്ലം പഠിക്കും. ഇത്ര പഠിച്ചോ നിങ്ങൾ ഷുവർലി സേഫാണ്. ഷുവർലി സേഫ്. അല്ലെങ്കിൽ ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് നിങ്ങൾ സേഫ് അല്ല എന്ന് ഞാൻ പറയും. ഓക്കെ, അതിനെന്നെ വിമർശിച്ചാൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ കേസ് പഠിക്കാം. ന്യൂട്ടൻ്റെ പറയുന്ന പോലെ പഠിച്ചു. എന്നിട്ട് നിങ്ങൾ ഫുൾ നോക്കി പോയിക്കോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോന് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ട് ആദ്യം എന്ത് പഠിക്കണം, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. എന്നിട്ട് പോയിട്ട് F= അത് പഠിച്ച ഉടനെ പോയിട്ട് F= m ഡെറിവേഷൻ പഠിക്കുക. ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ നിന്ന് പ്രോബ്ലം പഠിക്കണം. ഫുൾ മാർക്ക് ആണെങ്കിൽ പ്രോബ്ലം പഠിക്കുക, അതർവൈസ് ഒഴിവാക്കിയേക്ക്. ഇത്തരം കാര്യങ്ങൾ പഠിച്ച ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിങ്ങൾ സേഫായി. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്നിട്ട് എന്ത് പഠിക്കേണ്ടത് ആ ചാപ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പൾസിൻ്റെ ഭാഗം നോക്കുക. ഇമ്പൾസ് എന്താണ്, മൊമെൻറ്റം എന്താണ്, ഇമ്പൾസും മൊമെൻറ്റവും തമ്മിലുള്ള ആ റിലേഷൻ, ദാറ്റ് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, പ്രോബ്ലം പഠിക്കുക. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്താൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻസൈഡിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ 2 ബില്യാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അത്ര ഭാഗ്യമാണ് അത് തന്നെ വരും. ഓക്കെ, ആ ഒരു ഭാഗം കഴിഞ്ഞില്ലടാ. ലോസ് ഓഫ് മോഷനിൽ കഴിഞ്ഞില്ല. ഒരു കോൺസെപ്റ്റും കൂടി പഠിക്കണം. ആ കോൺസെപ്റ്റ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ്റെ ഭാഗമാണ്. എന്താണ് ഫ്രിക്ഷൻ, വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. അതിൽ തന്നെ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ടോപ്പിക്ക് ഞാൻ പറയും മക്കളെ. ലോസ് ഓഫ് സ്റ്റാറ്റിക്കും ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നെസസറി ഈവിളാണ്, ഫ്രിക്ഷൻ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഒന്നും അറിഞ്ഞിരുന്നാൽ നിങ്ങൾ ആ ചാപ്റ്ററിന് സേഫായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഓറിയൻ്റ് ഒക്കെ ആകുമ്പോൾ ടെൻഷനുമായി ബന്ധപ്പെട്ട് പുള്ളി സിസ്റ്റം ഒക്കെ പറയും. നിങ്ങൾ ഈ സമയത്ത് അതൊന്നും നോക്കണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവറിൽ ഹാഫ് ഇയർലിലും മോഡലിലും ഒഴിവാക്കി ഒരുത്തനാണ് ഞാൻ. അതാണ് ആദ്യം തന്നെ പറയുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ആണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്.
പഠിക്കുമല്ലോ കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എനർജി നെതർ ക്യാൻ ബി അത് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ABC ആ ഡെറിവേഷൻ പഠിച്ചു വെക്കുക. അത് കറസ്പോണ്ടിങ് ഹൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഗ്രാഫ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അത് പഠിച്ചതിന് ശേഷം പോയിട്ട് ടൈപ്സ് ഓഫ് വർക്ക് മോഡലിൽ വന്നില്ല ആയിക്കോട്ടെ, നിങ്ങളിത് പഠിക്കുക, പറ്റുവാണെങ്കിൽ പറയുന്നതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പഠിച്ചേക്ക്. ടൈപ്സ് ഓഫ് വർക്ക്, വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, ഇവന് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് പഠിക്കുക. ഓക്കെ, എക്സാമ്പിൾസ് വന്നിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാം. അത് കഴിഞ്ഞാൽ നേരെ പഠിക്കേണ്ടത് പവറാണ്. ഒരു ചെറിയ മാർക്കിന് പവർ വരുവുള്ളെങ്കിൽ പവർ പഠിക്കണം. പവർ എന്താണ്, പവറിൻ്റെ SI യൂണിറ്റുകൾ എന്തൊക്കെയാണ്, HP എന്തിൻ്റെ യൂണിറ്റാണ്, കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ എത്ര ജൂളാണ്, കിലോ വാട്ട് അവർ എന്തിൻ്റെ യൂണിറ്റാണ്, ഓക്കെ, പവറിൻ്റെ വെക്റ്റർ ഫോം എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞില്ല കൊളീഷൻസിൻ്റെ ഭാഗത്ത് കൊളീഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കൊളീഷൻസിൻ്റെ ഔട്ട്ലൈൻ പഠിക്കണം മക്കളെ. കൊളീഷൻ എന്താണ്, അതിൻ്റെ 2 ഡിഫറൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിൽ തന്നെ കുറച്ച് സ്ട്രെസ് ആയിട്ട് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കാം. കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് വർക്ക് എനർജിയിൽ പഠിക്കേണ്ടത്. പിന്നെ ഗ്രാഫ് ഇട്ടോ, ഏത് ഗ്രാഫ്, നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയിലെ സ്പ്രിങ്ങിൻ്റെ ഈ ഗ്രാഫ് ഓർമ്മയില്ല മക്കളെ. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ഓസിലേഷനിലും വരുന്ന ആ ഗ്രാഫ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതിൽ A to Z അതിൽ ഓരോ ആൾക്കാരും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. മതിയടാ. ദെൻ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ 6ാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഒരു ഡൗട്ടുമില്ല, അതിൽ വേറൊന്നും ചോദിക്കാനില്ല അവിടെ. ആദ്യ ഡെറിവേഷനായിട്ട്, അതായത് ടോർക്കും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള ആ റിലേഷൻ്റെ ഡെറിവേഷൻ, പെർഫെക്റ്റ് ഡെറിവേഷൻ ചെയ്യാൻ നോക്കുക. ടോ വെക്ടർ ഇസ് ഈക്വൽ d/dt L വെക്ടർ. അത് കഴിഞ്ഞ ഉടനെ കയ്യോടെ പോയിട്ട് ഏത് പഠിക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എക്സ്റ്റേണൽ ടോർക്കില്ലെങ്കിൽ കൺസർവ് ആയിരിക്കുമല്ലോ, അതിനെക്കുറിച്ച് പഠിക്കുക. അത് പഠിക്കുമ്പോൾ അത് മാത്രമല്ല പഠിക്കേണ്ടത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയൊരു പ്രൂഫുണ്ട്, ആ പ്രൂഫ് പറഞ്ഞാൽ ആദ്യം തന്നെ പഠിക്കണം. പ്രൂഫ് പഠിക്കുക. അതിന് ശേഷം പോയിട്ട് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻസ് ആണ്. ബാലറ്റഡ് ആൻസർ കുറച്ചായിട്ട് ചോദിക്കുന്നില്ല. ബാലറ്റഡ് ആൻസർ അല്ലെങ്കിൽ എഗ്, റോ എഗ്, ബോയിൽഡ് എഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പച്ചമുട്ട പുഴുങ്ങിയ മുട്ട കറങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ വേണം ക്യാറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ പറയാം. സെർട്ടൻ ഹൈറ്റ് ഒന്ന് ക്യാറ്റ് താഴെ കിട്ടി കഴിഞ്ഞാൽ ക്യാറ്റിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കറങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ നിന്നും ടഫ് വരികയാണെങ്കിൽ നോർമലി ഞാൻ എൻ്റെ എല്ലാ സ്ഥലത്തും ഈ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞ കാര്യമാണ് പ്രോബ്ലം. അവിടുന്ന് പ്രോബ്ലം, എർത്ത് ഒരു ദിവസം അതിൻ്റെ റേഡിയസ് ഹാഫ് ആക്കി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ ഓൺ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ അവിടെ എന്ത് ലെവൽ വന്നാലും സേഫാണ്. അല്ലാണ്ട് ഓക്കെ ആ ടോയ്ക്കൊരു DL/dt മാത്രം പഠിച്ചിട്ട് അതെന്നെ വരണമെന്നില്ല, അതായിരിക്കും മിക്കവാറും വരിക. അതല്ലെങ്കിലും നിങ്ങൾ സേഫ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഏത് ടോപ്പിക്കാണ് പഠിക്കണമെന്ന് ചോദിച്ചാൽ ടോർക്കിനെ കുറിച്ച് ആംഗുലാർ മൊമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ അറിയാം. നമ്മുടെ ഡോർ ഹാൻഡിൽ ഫ്രീ എഡ്ജിലാണ് കൊടുക്കുന്നത്, എന്തുകൊണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ പഠിക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസ് ആണ്. സെൻറ്റർ ഓഫ് മാസ് കൂടുതൽ കാണൂല, പ്രീവിയസ് കൂടുതൽ കാണൂല, നിങ്ങൾ പഠിക്കണം. സെൻറ്റർ ഓഫ് മാസ് എന്താണ്, സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കുക. അതും പഠിച്ച് കഴിഞ്ഞിട്ട് ഡിഫറൻറ്റ് ബോഡീസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, റിങ്, ഡിസ്ക്, സോളിഡ് സ്ഫിയർ, ഇവരുടെയൊക്കെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഒന്ന് അറിഞ്ഞ് വെക്കുക. പിന്നെ കഴിഞ്ഞില്ലടാ, ഓക്കെ ഒരു കാര്യം കൂടി പഠിച്ചാൽ നിങ്ങളതിൽ എന്താ പറയുക, എവിടെ നിന്ന് വന്നാലും നിങ്ങൾ സേഫ് ആണെങ്കിൽ ഇതും കൂടി പഠിക്കണം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ½ I⍵² ഡെറിവേഷൻ മതി, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ നോക്കേണ്ടത് ആദ്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. കുറേ കുട്ടികൾ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ തന്നെ വന്നത് കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറ്റുന്നതിനനുസരിച്ച് വരെ, എനിക്കും ബിസി കാര്യങ്ങളെല്ലാം ഉണ്ട്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഫ്രീ അനുസരിച്ചാണ് മറ്റുള്ള എല്ലാം കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് പഠിക്കുക. അതിൽ നിന്നും എന്ത് പഠിക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ഹൈറ്റ് h എന്താണ്, ബിലോ ഡെപ്ത് d എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. കഴിഞ്ഞ സ്റ്റേറ്റ്, അത് ഇക്വേഷൻ മീൻസ് ഡെറിവേഷൻ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസ് പഠിക്കുക. ഹൈറ്റിനെ മാത്രം പ്രോബ്ലം, ഡെപ്തിനെ മാത്രം പ്രോബ്ലം, ഹൈറ്റും ഡെപ്തും കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം, ഇതെല്ലാം പഠിക്കുക. അതിൻ്റെ കൂടെ റെയർ ആയിട്ട് വരുന്നത് ഇപ്രാവശ്യം വന്നില്ലേ ഈ ഗ്രാഫ്, ഞാൻ എപ്പോഴും പറയും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു, ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കുക, തെറ്റിക്കാൻ നിൽക്കരുത്. ഇവിടെ സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ആണ്, അത് GH ആണ്. നോട്ട് ചെയ്യാനൊക്കെ ചോദിച്ചൂടെ, ഇവിടെ GD ആണ്, സോറി ഇവിടെ GD ആണ്, ആദ്യം GD പിന്നെ GH. ഓക്കെ, ഈ കാര്യം ഇത് ഇവിടെ ക്യാപിറ്റൽ R ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഗ്രാഫ് അല്ലെ A to Z ഗ്രാഫ് വരക്കാൻ മാത്രമല്ല അതിലെ പോയിന്റുകൾ കൂടി നോട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കുക.
ഓക്കെ. അതിനുശേഷം എന്താണ് സാറേ പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എസ്കേപ്പ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അതുപോലെ തന്നെ √2g M by R ഡെറിവേഷൻ, അല്ലെങ്കിൽ √2gr എർത്തിൻ്റെത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ അതിൽ കോൺസെപ്റ്റിൽ മാസ് സ്മോൾ ലെറ്റർ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അല്ല ഡെറിവേഷൻ മാത്രം പഠിച്ചിട്ട് നിങ്ങൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഡെറിവേഷൻ തന്നെ വരണം, നിങ്ങൾ വാശി പിടിക്കല്ലേ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓർബിറ്റൽ സ്പീഡ്. പിന്നെ ഈ ഓർബിറ്റലും എസ്കേപ്പ് തമ്മിലുള്ള റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പഠിച്ചിരിക്കേണ്ടത് ആ ഒരു ഓർബിറ്റലും പഠിക്കുന്ന സമയത്ത് ടൈം പീരീഡ്, സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ വളരെ റെയറാണ്, ഫുൾ മാർക്കാണെങ്കിൽ മാത്രം പഠിക്കുക എനർജി ഓഫ് സാറ്റലൈറ്റ്. അതിൽ കൈനറ്റിക്കും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ, കൈനറ്റിക്കും ടോട്ടലും തമ്മിലുള്ള റിലേഷൻ, പൊട്ടൻഷ്യലും ടോട്ടലും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞില്ലടാ ഈ ഗ്രാവിറ്റേഷനിൽ. പിന്നെ ഒരു കാര്യം കൂടി നോക്കണം, അതാണ് കെപ്ലറിൻ്റെ ലോസ്. കഴിഞ്ഞ പബ്ലിക്കിനുണ്ട് കെപ്ലേഴ്സ് ലോസ് 3 ലോയും അതിൻ്റെ കോൺസെപ്റ്റും കറക്റ്റ് പഠിച്ചിട്ട് വെക്കുക. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടത്. ദെൻ നേരെ പോകുന്നു അതിലേക്ക് സോളിഡ്, 8ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഞാൻ ആദ്യം പറയാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ പബ്ലിക്കിന് കൂടുതൽ ചാൻസ്. വൈ ആക്സിസിലാണ് സ്ട്രെസ്, മറന്നു പോകരുത്. എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഗ്രാഫ് തന്നിട്ട് പോയിന്റുകൾ നോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പോയിന്റുകൾ തന്നിട്ട് ഗ്രാഫ് വരക്കാനോ അങ്ങനെയുള്ള തിരിച്ചും മറിച്ചും, അല്ലെങ്കിൽ 2 ഗ്രാഫുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ബ്രിറ്റിൽ, ആരാണ് ഡക്റ്റൈൽ, അല്ലെങ്കിൽ നേരെ ഇതേപോലെ തന്നെ യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ, ആരാണ് സ്ട്രോങ്ങർ, ആരാണ് ഇലാസ്റ്റിക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ. അപ്പോൾ ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പഠിക്കുക. അതുപോലെ ആംഗിൾ തന്നിട്ട് സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് ആണെന്ന് അറിയാലോ, അങ്ങനെയുള്ള ഗ്രാഫ് വന്നിട്ട് യങ്സ് മോഡുലസ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആ ഒരു ഭാഗമൊക്കെ നോക്കിയേക്കണം. ഗ്രാഫിൻ്റെ സ്ലോപ്പ് യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഗ്രാഫിൻ്റെ ഏരിയ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി ആണ്. നോട്ട് ചെയ്ത് വെക്കട്ടോ ആ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നേരെ നോക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഹൂക്സിലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ചെറിയ മാർക്കിനെ വരുമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ചാൻസ് ഉള്ളൊരു സാധനം, കാരണം ആ മാർക്ക് അവിടെ ഫില്ല് ചെയ്യണമല്ലോ, അതുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ പറയുന്നത് തന്നെ. ഹൂക്സിലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഹൂക്സിലോ പഠിക്കുമ്പോൾ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റിലീസ് ആവും. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ്, ബൾക്ക്, റിജിഡിറ്റി, ഷിയർ, അതിൻ്റെ ഇക്വേഷൻസ്, അവിടെ നിന്ന് പ്രോബ്ലംസ്, യങ്സിൻ്റെയും ബൾക്കിൻ്റെയും അവിടെ നിന്നൊക്കെ, റിജിഡിൻ്റെ അവിടെ നിന്നൊക്കെ പ്രോബ്ലംസ്, ടഫ് പേപ്പർ ആണെങ്കിൽ മാത്രം പ്രോബ്ലംസ് വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, പണ്ടൊന്നും കൂടുതൽ കാണാത്ത ഇപ്പോൾ ഹാഫ് ഇയർ മോഡലിലും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇലാസ്റ്റോമേഴ്സ്. അപ്പോൾ ഇലാസ്റ്റോമേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ ഞാൻ അതിൽ കൂടുതൽ ഇപ്പം സ്ട്രെസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഗ്രാഫാണ്. ഇലാസ്റ്റോമറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, നാച്ചുറൽ റബ്ബർ, ടിഷ്യൂ ഓഫ് അയോട്ട എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു നോക്കുക. കഴിയും. പിന്നെ സ്റ്റീലാണോ റബ്ബറാണോ, ഇപ്രാവശ്യം മോഡലിൽ വന്നു ഇതേപോലെ ഞാൻ പറയും, സ്റ്റീലാണോ റബ്ബറാണോ മോർ ഇലാസ്റ്റിക്, സ്റ്റീലാണോ ഡയമണ്ട് ആണോ മോർ ഇലാസ്റ്റിക്, ഡയമണ്ട് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ അവസാന ഭാഗം ഐ സ്റ്റേഷനൊക്കെ ഉണ്ട്, ടൈം കിട്ടിയാൽ മാത്രം നോക്കുക. അടുത്ത ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന കഡലായിട്ടുള്ള ചാപ്റ്ററാണ്. ആദ്യം നിങ്ങൾ നോക്കിയിരിക്കണം, ഞാൻ മാറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ബെർണോളീസ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഞാനും പറയാൻ താല്പര്യപ്പെടുന്നത്. ബട്ട് അതിലെന്തൊക്കെ പഠിക്കണം? സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ബെർണോളീസ് പ്രിൻസിപ്പിളിലെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, പിന്നെ ഡെറിവേഷൻ വിത്ത് ഫിഗർ പഠിക്കുക, P1 + ½ ρ V1² എന്ന് തുടങ്ങുന്ന ആ ഒരു ഡെറിവേഷൻ പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന പ്രാക്ടിക്കൽ ലൈഫ് ആപ്ലിക്കേഷനിൽ വരുന്ന സ്പീഡ് ഓഫ് എഫ്ലക്സ്, ടോറിസെല്ലീസ് ലോൻ്റെ ഡെറിവേഷൻ പഠിക്കുക. പ്രോബ്ലം പഠിക്കുക, √2gh ആ ഒരു പ്രോബ്ലം പഠിക്കണം മക്കളെ. ഓക്കെ. അത് പഠിച്ച് സെറ്റായതിനു ശേഷം പിന്നെ കൂടുതലും റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ നമ്മൾ മാഗ്നസ് എഫക്റ്റ്, എയറോഫോയിൽ അതൊക്കെയുണ്ട്, അത് അധികം സ്ട്രെസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇപ്രാവശ്യം ഹാഫ് ഇയർ മോഡലിനും വന്നു ക്യാപ്പിലാരിറ്റിൻ്റെ ആ അവസാന ഭാഗം പോയിട്ട് പഠിക്കുക. ക്യാപ്പിലാരി റൈസിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ്, എച്ച് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, സർഫേസ് ടെൻഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, റേഡിയസ് ഓഫ് ക്യാപ്പിലാരി ട്യൂബിന് ഇൻവേഴ്സിൽ കോൺസെപ്റ്റിൽ വന്നാൽ H പ്രൊപ്പോർഷണൽ ടു S ആണ്, H പ്രൊപ്പോർഷണൽ ടു 1/R ആണെങ്കിലും 1/A ആണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ, ഡെറിവേഷന് പുറമേ. ഓക്കെ. അക്യൂട്ട് ആംഗിൾ, ഒപ്റ്റ്യൂസ് ആംഗിളെ കുറിച്ച് പഠിക്കുക. പിന്നെ അവിടെ പഠിച്ചിരിക്കേണ്ട അടുത്ത കോൺസെപ്റ്റ് ഞാൻ പറയാം സ്റ്റോക്സിലോയാണ്. സ്റ്റോക്സിലോ എന്താണ്, അതിൻ്റെ കൂടെ പഠിക്കണം ടെർമിനൽ വെലോസിറ്റിൻ്റെ ഡെറിവേഷൻ മസ്റ്റ് സ്റ്റഡി. ടെർമിനൽ വെലോസിറ്റിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. പിന്നെ ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫിലെ വെലോസിറ്റി ടൈം ഗ്രാഫ്, ആ ഒരു കേസ്, ഈ ഒരു ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിട്ട് കളിക്കല്ലേ. പാരച്യൂട്ടുമായി ബന്ധപ്പെട്ട് സ്കൈ ഡൈവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. റെയിൻ ഡ്രോപ്പ് ഡു നോട്ട് അക്യൂർ ഹൈ വെലോസിറ്റി എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്സിലോ ഓർമ്മ വരണം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഓക്കെ. പിന്നെ അവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം പാസ്കൽസിലോ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്തേക്ക് ഓടി വരിക.
പാസ്കൽസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. പാസ്കൽസ് ലോ, ഓക്കെ, ഞാൻ പറയുന്നത് കേട്ടാൽ അത് എഴുതുന്നതൊക്കെ വേഗം ഇങ്ങനെ റഫായിട്ട് എഴുതുന്നേ ഉള്ളൂ. പാസ്കൽസ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം പഠിക്കണം. അതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണല്ലോ നമ്മൾ സിലബസും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ആ സ്കിമാറ്റിക് ഡയഗ്രാം, പ്രോബ്ലം വരുന്ന കേസ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. F1/A1 = F2/A2, റേഡിയസ് വരുമ്പോൾ ആ ഒരു R1² ആ കേസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ കഴിഞ്ഞില്ലടാ, വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വിസ്കോസിറ്റിയും കോൺസെപ്ച്വൽ എല്ലാം ഡെറിവേഷൻ അല്ല പഠിക്കേണ്ടത്. വിസ്കോസിറ്റിയും ടെമ്പറേച്ചർ നമ്മളെ റിലേഷൻ എന്താണ്, അതായത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയും, ഗ്യാസ് ആണെങ്കിൽ അത് ടെമ്പറേച്ചർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സർഫേസ് ടെൻഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സർഫേസ് ടെൻഷൻ എന്താണ് ഡെഫിനിഷൻ, ഓക്കെ, നമുക്കറിയാം. റെയിൻ ഡ്രോപ്സ്, വാട്ടർ മോളിക്യൂൾസ് ആർ അസ്യൂംഡ് ടു ബി സ്ഫെരിക്കൽ ഇൻ ഷേപ്പ്, ലിക്വിഡ് സർഫേസ് ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് കാണപ്പെടുന്നത്. സർഫേസ് ടെൻഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫേസ് ടെൻഷൻ കുറയാണ് ചെയ്യുക, ഈ കാര്യങ്ങൾ. പിന്നെ വൺ വേർഡ് കാര്യങ്ങൾ വരികയാണ്. ബാരോമീറ്റർ, അറ്റ്മോസ്ഫിയർ പ്രഷറുമായി ബന്ധപ്പെട്ട് പ്രഷർ ഡിഫറൻസിൽ മാനോമീറ്റർ വരുന്നു. ഓക്കെ, ഒരു ടോർ എത്ര പാസ്കലാണ്, 133 പാസ്കലാണ്. ഓക്കെ, ബാരോമീറ്ററിൽ ഏത് ലിക്വിഡാണ് യൂസ് ചെയ്തത്, മെർക്കുറിയാണ്. എന്തുകൊണ്ട് മെർക്കുറി, വെള്ളം ഉപയോഗിച്ചൂടെ, വെള്ളം ഉപയോഗിച്ചാൽ എന്താ മാറ്റം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺസെപ്ച്വലും A to Z കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. പക്ക തിയറി ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് ഈ എക്സാമിൽ നിങ്ങൾ പോയി പറയുന്ന കാര്യം പഠിച്ചിട്ടാണ് പോയി നോക്കി നിങ്ങൾ ഷുവർലി ഹാപ്പി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈ ടോപ്പിക്സൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ആ 3 മോഡുകൾ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ എന്താണ്, കൺവെക്ഷൻ എന്താണ്, തിരിച്ചും മറിച്ചൊക്കെ വരുവേ. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടക്ഷൻ കാണിക്കുന്നതിലും കണ്ടക്റ്റീവ് തെർമൽ കണ്ടക്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ സിൽവറിനാണ്. അതുപോലെ തന്നെ നമ്മൾ വിൻ്റർ സീസൺ, സമ്മർ സീസണുമായി ബന്ധപ്പെട്ട് വരെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് ബോഡീൻ്റെ കേസൊക്കെ നടന്നിരിക്കണം. ഓക്കെ, ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ എന്ന് പറയുന്ന വിൻഡ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൺവെക്ഷനാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുക്കിംഗ് ബോട്ടിനൊക്കെ താഴെ ഭാഗം കോപ്പർ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് എന്താണ്, യൂണിഫോമിൽ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നല്ലൊരു കണ്ടക്ടറാണല്ലോ കോപ്പർ. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, തെർമൽ dQ/dt = K × ആ ഇക്വേഷൻ. തെർമൽ കണ്ടക്റ്റിന് SI യൂണിറ്റ് ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ്, കെൽവിൻ ഇൻവേഴ്സ് ആണ്. അത് പ്രീവിയസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഈ വർക്ക്, എനർജി, ഫോഴ്സ്, മൊമെൻറ്റ് ഇവരുടെ ഡയമെൻഷൻ മാത്രം പഠിക്കാൻ നിൽക്കാതെ ഇങ്ങനത്തെ ഡയമെൻഷനൊക്കെ പഠിക്കാം. പിന്നെ പഠിക്കേണ്ട കാര്യം തെർമൽ എക്സ്പാൻഷൻ ആണ്. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഉള്ള തെർമൽ എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, അവർ തമ്മിലുള്ള കോഎഫിഷ്യൻറ്റുകളില്ല, ആൽഫ ഇല്ല, ആൽഫ A, ആൽഫ ബിയുടെ റേഷ്യോ 1:2:3, അല്ലെങ്കിൽ ആൽഫ β:γ 1:2:3. ഇൻവാർ കൂടുതൽ കുട്ടികൾ ഒഴിവാക്കുന്ന ടോപ്പിക്കാണ്. ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയൽ ക്ലോക്കിൽ പെൻഡുൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ലോ ആൽഫ എല്ലാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ ടെമ്പറേച്ചർ സ്കെയിൽസ്, കൺവേർഷൻ ഇല്ലേ, അതായത് സെൽഷ്യസിലെ സ്കെയിൽ, സെൽഷ്യസിലെ ടെമ്പറേച്ചർ വന്നിട്ട് ഫാരൻഹീറ്റ്, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് വന്നിട്ട് സെൽഷ്യസ് വന്നിട്ട് കെൽവിൻ തന്നിട്ട് സെൽഷ്യസ്, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് വന്നിട്ട് കെൽവിന്, അങ്ങനെയുള്ള കാര്യങ്ങൾ. -40°C എത്ര ഫാരൻഹീറ്റാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. -40 ആണ്. അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടെമ്പറേച്ചറിലാണ്, അങ്ങനെയാണ് പ്രീവിയസ് വന്നത് തന്നെ, ഏത് ടെമ്പറേച്ചറിലാണ് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഈക്വൽ ആവുക, അത് -40 ആണ്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27°C ആണ്. അത് എത്ര കെൽവിനാണ്. ബോഡി ടെമ്പറേച്ചർ 98.6 ഫാരൻഹീറ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ തെർമൽ എക്സ്പാൻഷൻ അവിടെ നിന്നുള്ള പ്രോബ്ലം ഒന്ന് നോക്കിയാൽ അടിപൊളി, നല്ല ലെവലാണെങ്കിൽ കോപ്പർ ഷീറ്റിൽ അങ്ങനെ ഒരു എൻസൈഡിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എൻസൈഡ് കോപ്പർ ഷീറ്റിൽ ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന ടെമ്പറേച്ചർ കൂടി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്ര കൂടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റെയിൽവേ ലൈൻസ് ഇരുന്ന് ഗ്യാപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലവും അതിൻ്റെ കോൺസെപ്റ്റുകളും. അനോമലസ് എക്സ്പാൻഷൻ ഇപ്രാവശ്യം വരികയും ചെയ്തു. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ യൂറോപ്യൻ കൺട്രീസുമായി ബന്ധപ്പെട്ടുള്ള അറിഞ്ഞിരിക്കണം. വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് -°C, എത്രയോ പ്രാവശ്യം പ്രീവിയസ്. അതേപോലെ നേരെ തിരിച്ചത് വാട്ടർ ഹാസ് മിനിമം വോളിയം അറ്റ് -°C. ഞാൻ ക്വസ്റ്റ്യൻ കൂടി എൻ്റെ ഇടയിൽ പറയുമ്പോൾ ടൈം അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടി അത് പറയുന്നത്, അല്ലാണ്ട് ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ആ ഒരു കാര്യം പഠിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മോളാർ, ഇതിൻ്റെ ഡെഫിനിഷൻ. ഇതിലൊക്കെ ∆Qൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ച് വെക്കണം. ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ മാത്രം ഉണ്ടല്ലോ മക്കളെ നിങ്ങൾ ന്യൂട്ടൻ്റെ ലോ ഓഫ് കൂളിംഗ് പഠിക്കുക. പിന്നെ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫില്ലേ, ഈ ഗ്രാഫിൽ ഓരോ പോയിന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം പഠിക്കുക. ഓരോ സ്റ്റേറ്റുകൾ, ഇവിടെ ആരാണ്, ഈ ടെമ്പറേച്ചർ 0, ഇവൻ 100 ആണ്, അങ്ങനെയുള്ള ഇവൻ ടെമ്പറേച്ചർ ആണ്, ഇവിടെ എക്സ് ആക്സിൽ ഹീറ്റ് എനർജിയാണ്. ഓക്കെ, ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിൽ ഞാൻ നോർമൽ ഓഫ്ലൈൻ എടുത്ത് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ലോഗ് വരുമ്പോഴുള്ള ഗ്രാഫ് ഇങ്ങനെയാണ്, ലോഗിൻ്റെ ഗ്രാഫ്. ഇന്ന് കൂടുതൽ കുട്ടികൾ നോക്കൂലടാ. ഇത്
ഇതെല്ലാം പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് അത്ര കോൺഫിഡൻ്റ് ആണ് നമ്മൾ. ഓക്കെ, കാരണം ആ ലെവലിൽ പഠിച്ച കുട്ടികൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റുകളിലുണ്ട്. അപ്പോൾ അവർ ഇതെല്ലാം കാണുമ്പോൾ ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ കാണുന്നത് അവരപ്പുറം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ ആദ്യം നോക്കിയിരിക്കേണ്ട കാര്യം കാർനോട്ടിൻ്റെ ആ ഭാഗം തന്നെയാണ്. കാർനോട്ട് എൻജിൻ എന്താണ്, കാർനോട്ട് സൈക്കിൾ എന്താണ്, കാർനോട്ട് തിയറം എന്താണ്, ഐസോതെർമൽ ഈ ഗ്രാഫൊക്കെ വരയ്ക്കാൻ അറിയണം. ഞാൻ റഫായിട്ട് കൊടുത്തു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണ്ട പ്ലേലിസ്റ്റുകൾ നോക്കിയാൽ മതി, എല്ലാം കിടക്കുന്നുണ്ടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ പോയി നോക്കേണ്ടത് ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള വർക്കാണ്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ അഡിയാബാറ്റിക്. ഇതിൽ അഡിയാബാറ്റിക്കിന് നല്ല ചാൻസ് ഈ പബ്ലിക്കിനുണ്ട്. അഡിയാബാറ്റിക്കിൻ്റെയും രണ്ടും പഠിക്കണം. ഐസോതെർമൽ അഡിയാബാറ്റിക് ഇക്വേഷനും പഠിക്കണം, പ്രോബ്ലം വരാം. പിന്നെ പഠിക്കാൻ നമ്മൾ 5 തെർമോഡൈൻ പ്രോസസ്സിൽ 4 കോസിസ്റ്റാറ്റിക് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ലല്ലോ. ആയിക്കോട്ടെ, 4 തെർമോഡൈൻ പ്രോസസ്സിൻ്റെ A to Z കാര്യങ്ങൾ, എന്തൊക്കെയാണ് കോൺസ്റ്റൻറ്റ്, എന്തൊക്കെ കോൺസ്റ്റൻ്റ് അല്ല, ഇന്നതിൽ ഹീറ്റ് കൊടുത്താൽ എന്താണ് മാറുക, ഇന്റേണൽ എനർജി എന്തിന് ഈക്വലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക ഐസോബാറിക്കാണ്, ഏറ്റവും കൂടുതൽ വർക്ക് ഐസോബാറിക്കാണ്, ഏറ്റവും കുറവ് ഐസോകോറിക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ എഫിഷ്യൻസിയുടെ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 ഇത് മാത്രം പഠിക്കുക, ഇക്വേഷൻ മാത്രം പഠിക്കണം. 1 - T2/T1 പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൽ T2 എപ്പോഴും ചെറുതായിരിക്കും, നമ്മൾ സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. T1 വലുത്, സോഴ്സിൻ്റെ ടെമ്പറേച്ചർ. അതൊന്നും അറിഞ്ഞിരിക്കും. മാറിപ്പോയാൽ മാർക്ക് തെറ്റും, ആൻസർ തെറ്റും, മാർക്ക് പോവും, പിന്നെ കരയേണ്ടി വരും. ഇന്ന മാർക്ക് അരമാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കേണ്ട ഗതികേടിലേക്ക് പോവേണ്ടി വരും. നെക്സ്റ്റ് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി. ഉറപ്പിച്ചോ മക്കളെ, പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഭാഗം. പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ട് 1/3, ഇതിൻ്റെ ഡെറിവേഷൻ തന്നെ പഠിക്കാൻ നോക്കുക. ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും 1/3 Nm V⁻², നോട്ട് V⁻⁻2 V⁻, RMS വെലോസിറ്റി സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. ഈ ഡെറിവേഷൻ ഇപ്പോൾ അത്ര ചോദിക്കാറില്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചു നോക്കണം. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് വന്നു 1 വേർഡിൽ വന്നു കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചർ നമ്മൾ റിലേഷൻ ഈ ഭാഗത്താണ് വരുന്നത്. കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. അതിൻ്റെ ഇക്വേഷനാണ് കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/2 kBT എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കുക. ഇത് പഠിച്ച ഉടനെ കയ്യോടെ പഠിക്കണം മക്കളെ. ലോ ഓഫ് ഞാൻ പറയുന്ന ഈ ഓർഡറിൽ നിങ്ങൾ പഠിക്കുക. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഈ ഒരു ഭാഗം തന്നെയാണ് അടുത്ത പഠിക്കേണ്ട. പ്രോബ്ലം വരുമ്പോൾ എന്ത് വേണം, RMS വെലോസിറ്റി വന്നല്ലടാ ഇനിയും വരൂടാ. √3 kBT/m ആ ഇക്വേഷൻ, √3RT/m ആ ഇക്വേഷൻ പഠിക്കുക. RMS സ്പീഡിൻ്റെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അത് മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അറിയിക്കുക. പിന്നെ അവർ സ്ഥിരം ചോദിക്കാൻ തിയറി പാർട്ടിൽ പെട്ടതാണ് മീൻ ഫ്രീ പാത്ത് ഹാഫ് ഇയറിലും മോഡലിലും കണ്ടില്ല. ഞാൻ പബ്ലിക്കിന് കാണാൻ പോവുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. മീൻ ഫ്രീ പാത്തും അതുപോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ 2-3 പോസ്റ്റുലേറ്റ്സും കൂടെ അറിഞ്ഞിരിക്കുക. മാക്സ്വെലും ബോൾട്സ്മാനും ഡെവലപ്പ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് കൈനറ്റിക് തിയറിയിൽ. മാർക്കടിച്ചു ഫുള്ളാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഓസിലേഷൻസ് ആണ് 13ാമത്തെ ചാപ്റ്റർ. ഓസിലേഷനിൽ സിമ്പിൾ പെൻഡുലം തന്നെയാണ് ഞാൻ പറയുക. അത് ഹാഫ് മോഡൽ വന്നു, നിങ്ങൾ നോക്കിയൊന്നും വേണ്ട. സിമ്പിൾ പെൻഡുലം ഇവിടെ A to Z കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോർമലി വരിക സിമ്പിൾ പെൻഡുലവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ടൈം പീരീഡ് 2 = 2π√L/g. ആ ഒരു ഡെറിവേഷൻ പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, ഗ്രാഫ് പഠിക്കണം. എല്ലും T² ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയിട്ട് 4π² മൾട്ടിപ്പിൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവിടെ നോർമലി അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യമാണ് സെക്കൻഡ്സ് പെൻഡുലം എന്താണ്, സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്താണ് വരിക. പിന്നെ ഈ സിമ്പിൾ പെൻഡുലം അറേഞ്ച്മെൻറ്റ് കോൺസെപ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നോക്കിയാൽ ക്ലാസ്സിന് ഓർമ്മ എല്ലായിടത്തും എടുത്തോണ്ട് പറയും. നിങ്ങൾ പഠിച്ചിട്ട് പെട്ടെന്ന് പഠിച്ചല്ലോ, ടെൻഷൻ അടിച്ചൊരു കാര്യമില്ല. എക്സാം റിസൾട്ട് വരുമ്പോൾ മാർക്ക് വരുന്നതിനേക്കാൾ നല്ലല്ലേ പെട്ടെന്ന് ഒരു പഠിക്കൽ. ലിഫ്റ്റിൽ മൂവ് ചെയ്യുമ്പോൾ അപ്വേർഡ് ആക്സിലറേറ്റ് ചെയ്യുകയാണ്, അങ്ങനെ ടൈം പീരീഡ് എന്ത് സംഭവിക്കും, ഡൗൺവേർഡാണ് എന്ത് സംഭവിക്കും. ഒരു ഫ്രീലി ഫോളിലാണെങ്കിൽ അവിടെ ഫ്രീക്വൻസിക്ക് എന്താണ് സംഭവിക്കുക സിമ്പിൾ പെൻഡുലത്തിൻ്റെ. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ പെൻഡുലം ഫുള്ള് പഠിച്ചു എന്ന് പറയാം. അല്ല ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് ഫുള്ള് പഠിച്ചിട്ടൊന്നുമില്ല. വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ SHM, വെലോസിറ്റി ആക്സിലറേഷൻ ആൻഡ് എനർജി ഇൻ SHM. ഓക്കെ, ഇതേപോലെയാണ് നോർമലി പറയുക. ഇപ്രാവശ്യം ചോദിച്ചാൽ കൈനറ്റിക്കും പൊട്ടൻഷ്യൽ എനർജി SHM, ഈ കാര്യങ്ങൾ പഠിക്കുക. SHMൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, SHMൻ്റെ എക്സാമ്പിൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം. പ്രോപ്പർട്ടീസ് എക്സാമ്പിൾസ് അറിഞ്ഞിരുന്ന അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഈ വെലോസിറ്റി പഠിക്കുമ്പോൾ അവിടെ ഗ്രാഫ് ഉണ്ട്, ആക്സിലറേഷൻ്റെ ഗ്രാഫ് ഉണ്ട്, ടോട്ടൽ എനർജിയിൽ നേരത്തെ പറഞ്ഞ ഗ്രാഫ് ഓർമ്മയില്ല, കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫുകളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കി വെക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഓസിലേഷനിൽ കൂടുതലൊന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ, വെലോസിറ്റി ഇന്ന സമയത്താണ് ഏത് ഡിസ്റ്റൻസിലാണ് വെലോസിറ്റി ഹാഫ് ആവുക, മാക്സിമം സ്പീഡിൻ്റെ ഹാഫ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി
സെയിം ഈക്വൽ ആവുന്ന ഡിസ്റ്റൻസ് ചെയ്ത് നോക്കിയാൽ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്റർ വേവ്സ് ആണ്. വേവ്സിൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഭാഗം പോയിട്ട് നോക്കുക. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അത് പഠിച്ചിട്ടായിരിക്കണം മക്കളെ, പഠിച്ചിട്ടായിരിക്കണം. കാരണം അത് എ പാർട്ട് കിട്ടും ബി പാർട്ട് കിട്ടൂല, അങ്ങനത്തെ ഗതികേട് വരും. അതുകൊണ്ടാണ് പറയുന്നത്. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ട് ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അതുകൂടിയുണ്ട് സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഇതിലൊക്കെയുള്ള സ്റ്റാൻഡിങ് വേവ്സിനെ വരക്കാൻ അറിയണം. ഹാർമോണിക്സുകളുടെ ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ മതി. ഇനി അതിൻ്റെ അപ്പുറം പോവുകയാണെങ്കിൽ പ്രോബ്ലം വരും. ഇക്വേഷൻ പറഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കമ്പാരിസനൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. ഓക്കെ, ടോപ്പിക്സ് വേണ്ടവർ പ്ലേലിസ്റ്റ് നോക്കണേ. എന്തെങ്കിലും ഡൗട്ടിന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ്, അതായത് നമ്മൾ ജനറൽ ഫണ്ടമെൻ്റൽ ഇക്വേഷനിൽ വേവ് ഇക്വേഷൻ അറിയപ്പെടുന്ന വി സിക്വൽ ന്യൂ ലാംഡയുണ്ട്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലാണെങ്കിൽ വി സിക്വൽ √T/m. ഇവിടുന്ന് പ്രോബ്ലം വരാം. ടെൻഷൻ ചോദിക്കാൻ, T എന്ന് പറഞ്ഞാൽ ടെൻഷൻ ചോദിക്കുന്ന പ്രോബ്ലംസ്. പിന്നെ സോളിഡിലാണെങ്കിൽ സൗണ്ട് വേവ് മൂവ് ചെയ്യുമ്പോൾ √P/ρ ആണ്. ഫ്ലൂയിഡിലാണെങ്കിൽ ഇന്നതാണ്. ഗ്യാസിലാണെങ്കിൽ തന്നെ ന്യൂട്ടൻ്റെ ഫോർമുല, ലാപ്ലേസ് ഫോർമുല, അതൊക്കെ പഠിച്ചിരിക്കണം. കഴിഞ്ഞില്ല, ഒരു കോൺസെപ്റ്റും കൂടി പഠിച്ചാൽ നിങ്ങളതിൽ സേഫാണ്. അതാണ് ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ് എന്നിട്ട് പറഞ്ഞിട്ട് പ്രോബ്ലം ആണ് കൂടുതൽ ചാൻസ്. y(x(t) = നമ്മൾ ആ ഇക്വേഷൻ ഓർമ്മയില്ല മക്കളെ, a sin of kx എന്ന് പറഞ്ഞിട്ട് 7 പ്രാവശ്യം പബ്ലിക് എക്സാമിന് പ്രോബ്ലം വന്നു. a sin of kx - ωt+5, അതിലൊരു പ്രോബ്ലം തന്നെ 5 പ്രാവശ്യം, ഒരേ സാധനം തന്നെ 5 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, y(x(t) = 3 sin of 0.018x - 314t+π/4 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം 5 പ്രാവശ്യം മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ആ വേവ്സിലും പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ A to Z കാര്യങ്ങൾ ഫ്രം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ വേവ്സ് വരെ പറഞ്ഞിട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പഠിക്കാൻ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യില്ല. ഇമ്പോർട്ടൻറ്റും പ്രീവിയസും മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് ചെയ്യുമെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സങ്കടം വരും. ഒരിക്കലും അങ്ങനെയല്ല. അത് തന്നെയാണ് നിങ്ങൾ സീനിയേഴ്സിന് സംഭവിച്ചത്. നിങ്ങൾക്ക് ആ ഗതികേട് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ചെറിയൊരു സമയം കിട്ടിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചെയ്തതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ടോപ്പിക് വൈസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ടോപ്പിക്സുകളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷുവർലി നല്ല മാർക്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണമെന്ന്, അതാണ് ഇപ്പോൾ എന്തൊക്കെ പഠിക്കണം. എപ്പോഴും ഡെറിവേഷനും അല്ലെങ്കിൽ ആ ഒരു എന്താണോ അതും എപ്പോഴും ചോദിക്കണം. അത് മാത്രമല്ല, അതിന് ചുറ്റുപറ്റിയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കരച്ചിലോ വിവാദത്തിനോ ട്രോളിനൊന്നും കാര്യമില്ല. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത കുട്ടിക്കാണ് ഇതൊന്ന് ഷെയർ ചെയ്ത് അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ചോദിക്കാൻ ഫ്രീ ആവണേ. ഷുവർലി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എന്തായാലും ചെയ്തു തരാം. അതിനനുസരിച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സെഷൻ വീണ്ടും കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.